ഹായ് മച്ചന്മാരെ, ടെക് ജൂനിയേഴ്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു കാറ് അൺബോക്സിങ് ചെയ്യാൻ പോവാണ്. അതും ഒരു ഡ്രിഫ്റ്റിംഗ് കാറ് അൺബോക്സിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. കടവന്ത്രയിലുള്ള മൈക്ലിക്കിൽ പോയിട്ടാണ് ഞാനിത് വാങ്ങിയത്. യൂക്ലിക്കിന്റെ ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു സ്റ്റോറാണ് മൈക്ലിക്ക്. ഇതാണ് നമ്മൾ ഇന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു 1:43 സ്കെയിലിന്റെ ഒരു കാറാണ്, ഡ്രിഫ്റ്റിംഗ് കാറാണ്, ഒരു BM-ന്റെ മോഡൽ എന്നൊക്കെ പറയാം. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് അനിയൻ ചെറുക്കനെ പോയി വിളിച്ചിട്ട് വരാം. അനിയൻ ചെറുക്കൻ എന്ന് പറഞ്ഞാല് ഞാൻ വീഡിയോസിലേക്ക് നമ്മളെ അനിയൻ ചെറുക്കൻ എന്നൊക്കെ കാണിക്കുന്നത് എന്റെ സ്വന്തം അനിയനല്ല, പാപ്പന്റെ മകനാണ്. എന്ന് വെച്ചാല് അച്ഛന്റെ അനിയന്റെ മകനാണ്. അപ്പൊ അവനെ പോയിന്ന് വിളിച്ചിട്ട് നമുക്കിത് അൺബോക്സിങ് ചെയ്യാം. വായോ, വിട്ടാലോ എന്നാല്. വായോ, ചെക്കൻ്റെ കാറുണ്ടോ? കുഞ്ഞിക്കാറ് കണ്ടില്ലേ? യൂക്ലിക്ക് വാങ്ങിയത് കാറാണത്. വരാമ പോവാ. കമോൺ കമോൺ, വായോ, സമയമില്ല, വായോ. ഇപ്പൊ വരും വാടാ മോനെ, വായോ. അനിയൻ ചെറുക്കനെ പോയി വിളിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ഇതുണ്ടല്ല അൺബോക്സിങ് ചെയ്യാം. അൺബോക്സിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിന് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടാ. ഇതിന്റെ പേര് ക്ലാസിക് ലെജൻഡ്സ് എന്നും പറഞ്ഞിട്ടാണ്. ബോക്സിനോടുള്ള പേര് എന്ന് വെച്ചാൽ ക്ലാസിക് ലെജൻഡ് എന്നാണ്. 1:40 സ്കെയിലാണ് ഈ ഒരു കാറ് വന്നിട്ടുള്ളത്, അല്ലേ രാമ? മാക്സിമം 25 കിലോമീറ്റർ പോകുന്നതിന് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇത് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ? ഇതൊരു ഡ്രിഫ്റ്റിംഗ് കാറാണ് കേട്ടോ. ഇതൊരു ചൈനീസ് ബ്രാൻഡ് ആണെന്ന് തോന്നുന്നു. നമുക്കിത് അൺബോക്സിങ് ചെയ്യാം. അൺബോക്സിങ് ചെയ്ത് കഴിഞ്ഞാല് ദൈവമേ, തലതിരിഞ്ഞാണ് അൺബോക്സിങ് ചെയ്തത്. കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കോണ്, പിന്നെ ടയറ്, ചാർജറ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നീട് വന്നിട്ടുള്ളത് നമ്മുടെ റിമോട്ട് കൺട്രോളറാണ്. ഈ ഒരു ഡ്രിഫ്റ്റിംഗ് കാറിന്റെ റിമോട്ട് കൺട്രോളർ. എന്റെ മോന്, താഴെയായിട്ട് ഒരുപാട് മോഡുകൾ ഇട്ടാ. ഇതുമ്മ ഞെക്കി കഴിഞ്ഞാല് ഇതുമ്മ എഴുതിയിട്ടുണ്ട് അതിന്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട് ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. സ്റ്റിയറിംഗ് വീല്, സ്പീഡ് ഡൗൺ, സ്പീഡ് അപ്പ്, ലൈറ്റ് ഓൺ, ലൈറ്റ് ഓഫ്, ലൈറ്റ് മോഡ്, പവർ സ്വിച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്. നമുക്കിനി ഉണ്ടല്ല കാർ അൺബോക്സ് ചെയ്യാം. കാർ കുഞ്ഞൻ കാറാണ് കേട്ടോ, പക്ഷെ പവർഫുൾ ആണ്, അല്ലേ രാമ? സത്യം പറഞ്ഞാലേ ഞങ്ങൾ ഇതിന് മുമ്പായിട്ട് ഓടിച്ച് കളിച്ചിരുന്നാണ്. എന്നിട്ടാണ് അൺബോക്സിങ് ചെയ്യണത്. കാണിച്ചരാ. വൈറ്റ് കാറാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത്. എന്റെ മോനെ, ഡീറ്റെയിലിംഗ് ഒക്കെ പറഞ്ഞിട്ടല്ലോ വേറെ ലെവലാണ്. ഇതൊക്കെ അലോയിലൊക്കെ വേറെ ലെവല് സാധനം. സംഭവം കാണാന് അടിപൊളിട്ടാ. ഇതൊക്കെ ലുക്കൊക്കെ നോക്കി, വൈറ്റ് കളറ്, RTD എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതിയിട്ടുള്ളത്. മെട്രോ ഡ്രിഫ്റ്റിംഗ് കാറ്, ഡ്രിഫ്റ്റിംഗ് ആണ് സംഭവം. താഴെയായിട്ടാണ് ഇതിന്റെ സ്വിച്ച് വന്നിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കഴിഞ്ഞാല് ചെക്കൻ ലൈറ്റ് കത്തി പവർ ആവും. പിന്നെ ഇത് 4x4 ആണ് കേട്ടോ. മാക്സിമം 25 കിലോമീറ്റർ അടക്കം പോകുന്നൊക്കെ പറയണത് മാക്സിമം സ്പീഡ്. റിമോട്ടിലും ഓൺ ആക്കി കഴിഞ്ഞാലേ ഇത് കണക്റ്റഡ് ആവുള്ളൂ. കണക്റ്റഡ് ആയിട്ടുണ്ട്. ഒരു മഞ്ഞ കളറ് കത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് ഓൾറെഡി കണക്റ്റഡ് ആയി. റിമോട്ടിൽ ഞെക്കി കഴിഞ്ഞാല് പറക്കും. നോക്കിയോട്ടാ. എന്റെ മോനെ, വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്കത് കാണാൻ പറ്റുന്നത് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇത് ഡയറക്റ്റ് ഭയങ്കര പവറിങ് ആണ്ടാ. ഒരു രക്ഷയില്ല. സൗണ്ട് നോക്കി അല്ലേ രാമ? ഓ എന്റെ മോനെ, എന്തല്ലേ നല്ല രക്ഷയില്ലേ? രക്ഷയില്ല. നല്ല സൗണ്ടും ഉണ്ട്, നല്ല സ്പീഡുണ്ട് ഇതിന്. ഇതിരിക്കുന്ന പോലെ തന്നെ 25 കിലോമീറ്റർ സ്പീഡിന് മുകളിലൊക്കെ പോകും. 25 മാക്സിമം 25 കിലോമീറ്ററിലൊക്കെ പോകുന്നെങ്കിൽ പറയണത്. ചുമ്മാ ഈ ഒരു ഭാഗത്ത് ഓടി കാണിച്ചു തരാം. ഓ ഞാൻ പയ്യാണ്. ഓ എന്റെ പൊന്നി, പയ്യാണ് ചെയ്തിരിക്കുന്നത്. നോക്കി സ്റ്റിയറിംഗ് ഒക്കെ വേറെ ലെവലിട്ടാ. ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ പയ്യെ തൊട്ടെടുത്താൽ മതി. സ്റ്റിയറിംഗ് ഒക്കെ വേറെ ലെവല്, സ്മൂത്താണ്. പയ്യെ ജസ്റ്റ് ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ കണ്ടില്ലേ? പിന്നെ എക്സ്ട്രാ ഡ്രിഫ്റ്റിന്റെ ടയറും ആണ് തന്നിട്ടുള്ളത്. നമുക്ക് തന്നെ ഡ്രിഫ്റ്റ് ചെയ്ത് നോക്കാം. ഡ്രിഫ്റ്റ് ചെയ്ത് നോക്കിയാലോ? വായോ.
മച്ചന്മാരെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇങ്ങനത്തെ കാറുകളൊക്കെ ഞാൻ വാങ്ങണത് യൂക്ലിക്കിൽ നിന്നാണ്. ഓഫ്ലൈനായിട്ട് പോകുന്നത് മൈക്ലിക്കിൽ പോയി വാങ്ങും. യൂക്ലിക്കിൻ്റെ തന്നെയാണ് ഓഫ്ലൈനായിട്ടാണ് അവർ കടവന്ത്രയിൽ കട നടത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല യൂക്ലിക്കിൽ നിന്ന് നിങ്ങൾക്കും വാങ്ങാൻ പറ്റും. ഇതിന് താഴെയായിട്ട് ഞാൻ നമ്പർ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് അവരെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുക, അല്ലെങ്കിൽ അവരെ വെബ്സൈറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റും. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് വാങ്ങുകയും ചെയ്യാം. ഓക്കെ, നമുക്കിതൊന്ന് ഡ്രിഫ്റ്റ് ചെയ്യാട്ടാ. വായോ. കാറിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ലൈറ്റിംഗ് ആണ്ടാ. പലതരം മൂഡ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പൊ റെഡ് ആണ്, നോക്കിയോ, പച്ച, നോക്കിയോ, ബ്ലൂ. എന്റെ മോനെ അടിപൊളിയല്ലേ. രാത്രി കാണാനുണ്ടല്ലോ, വേറെ ഭംഗിയാണ്ടാ, വേറെ രക്ഷയില്ല. ഈ ഒരു റിമോട്ട് കൺട്രോളിലാണ് ഞാൻ കൺട്രോൾ ചെയ്യണത്. നോക്കിയോ, ഈ മൂടുമ്പോൾ ഞെക്കി കഴിഞ്ഞാൽ കളർ മാറും. കണ്ടില്ലേ, സംഭവം അടിപൊളിയല്ലേ. അമ്മോയ് റെഡി അല്ലേ? നമ്മുടെ ചെക്കൻ്റെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഡ്രിഫ്റ്റ് ചെയ്യാൻ തയ്യാറല്ലേ? ഓക്കെ, അങ്ങോട്ട് പൊളിച്ചു വന്നാല് ഫോണാക്കിക്കോ. മൂന്നിതൂക്കി ഒരു രക്ഷട്ടോ. കറക്ക് കറക്ക് കറക്ക്, കൊണ്ട് കറക്ക്. ഇങ്ങോട്ടുണ്ടാ, ഇങ്ങോട്ടുണ്ടാ, കൊണ്ടാ, എന്നിട്ട് കറക്ക്. മൂന്നിതൂക്കി കണ്ടാ, ഇജാതി ഡ്രിഫ്റ്റിങ് കേട്ടോ. മാറ്റി 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 മാറ്റി, ഓടിച്ചിട്ട് ഇറക്ക്, ഓടിച്ചിട്ട് ഇറക്ക്. ഈ ഒരു കാർ നിങ്ങൾക്ക് തരണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്തോ. അതുമാത്രമല്ല, ഈ ഒരു വീഡിയോ 1,00,000 മുകളിൽ ആളുകൾ കാണുകയാണെങ്കിൽ, എന്നാണോ 1,00,000 മുകളിൽ ആളുകൾ കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കമൻറ്റിൽ ലൈക്ക് നോക്കിയിട്ടായിരിക്കുള്ളൂ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഇത് തരാൻ പോകുന്നത്. അപ്പോൾ കമൻറ്റ് ചെയ്തോ. അതുമാത്രമല്ല, ഈ ഒരു വീഡിയോയ്ക്ക് 1,00,000 മുകളിലായിട്ട് വ്യൂവേഴ്സ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് തരുന്നതായിരിക്കും. ഞാനൊരു ചെറിയൊരു സാധനം ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, ഒരു ചെറിയൊരു ബ്രിഡ്ജ് പോലെ, ഒരു പാലം പോലെ സെറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ കൂടെ നമുക്ക് വണ്ടി ഓടിച്ച് കയറ്റി അങ്ങനത്തെ ഒരു സംഭവം സെറ്റപ്പ് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് കീറെടുത്തിട്ട് എത്രത്തോളം ശരിയാവും നമുക്ക് നോക്കാം, കണ്ടറിയാം. സംഭവം എന്ന് വെച്ചാൽ രാമ ഇങ്ങനെ ഇരിക്കണം. ആ, ഇങ്ങനെ ഇരിക്കണം, അതേപോലെ ഇരിക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പറപ്പിച്ച് ഇപ്പോഴത്തേക്ക് ചാടിക്കാം. തട്ടിക്കൂട്ട് സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളെ കാറ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ കൂടെ ചാടി ഇപ്പോഴത്തേക്ക് വരണം. രാമ സെറ്റ് അല്ലേ? നോക്കിയേ. ആ, അടിച്ചോ, പൊളിക്ക്. ഓ എന്റെ മോനെ അടിപൊളി. ഒന്നൂടെ 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 ഓടിച്ചോ. എന്റെ മോനെ മോനെ സെറ്റ്. നിങ്ങൾക്ക് ഞാനുണ്ടല്ല രാത്രിയുള്ള BM-ന്റെ വീഡിയോ കാണിച്ചിട്ടാ, നിങ്ങൾ കണ്ടു നോക്ക്, അടിപൊളി ആയിക്കുള്ളൂ. ഇത് നോക്കി, ഇപ്പൊ പച്ച നോക്കിക്കോ. എന്റെ മോനെ ഇത് നോക്കി, ഓഫ് ഒരു രക്ഷയില്ലട്ടാ. എന്റെ മോനെ എന്ത് ലുക്കാണ് കാണാനായിട്ട്, അടിപൊളി. ഇത് നോക്കിയേ, കാറും നോക്കിയേ എന്ത് ഭംഗിയാണ്. അത് ക്യാമറയിൽ എത്രത്തോളം കിട്ടണില്ല കേട്ടാ. എന്ന് വെച്ചാൽ ആ ഒരു ഭംഗി കൃത്യമായിട്ട് എനിക്ക് എടുക്കാൻ പറ്റണില്ല. പക്ഷേ സംഭവം വേറെ ലെവലിട്ടാ, എന്തൊരു സൂണ് കാണാനായിട്ട്. ലൈറ്റ് മാറുന്നതനുസരിച്ച് ചെക്കൻ്റെ ലുക്ക് അങ്ങോട്ട് മാറിയാണ്, കംപ്ലീറ്റ് മാറിക്കൊണ്ടിരിക്കണേ. ഏറ്റവും മോനെ ജാനം ഒന്നും പറയുന്നില്ല. ലൈറ്റ് ഇട്ടിട്ടേ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഇതിനുണ്ടല്ല, നമുക്ക് ലൈറ്റ് ഇട്ടിട്ട് ഓടിച്ചു നോക്കാട്ടാ, എങ്ങനെ ഇരിക്കുമെന്ന് കണ്ടറിയാം. നിങ്ങൾക്ക് ഇവനെ സ്വന്തമാക്കണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കമൻറ്റ് ചെയ്തോ. ഏറ്റവും കൂടുതൽ കമൻറ്റിൽ ലൈക്ക് കിട്ടിയാൽ മാത്രം മതി. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ഈ ഒരു വീഡിയോ 1 lakhന് മുകളിൽ ആളുകൾ കാണുകയാണെങ്കിൽ ആർക്കാണോ ഏറ്റവും കൂടുതൽ കമൻറ്റിന് ലൈക്ക് കിട്ടിയിരിക്കുന്നത് അവർക്ക് ഞാനിത് അയച്ചുതരാട്ടോ, ഉറപ്പായിട്ട് അയച്ചിരുന്നതായിരിക്കും. മച്ചന്മാരെ, അപ്പോൾ നമ്മൾ ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെ BM-ഉം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ടാ. ഇങ്ങനത്തെ കാറുകൾ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഡയറക്റ്റ് ആയിട്ട് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മൈക്ലിക്കിൽ പോയിട്ട്, കടവന്തലുള്ള മൈക്ലിക്കിൽ പോയിട്ട് വാങ്ങാം. അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇത് താഴെ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണോട്ടാ. അപ്പൊ ഇതിനും മികച്ചൊരു വീഡിയോമായി നിങ്ങൾക്ക് ഇനിയും വരാവുന്ന പ്രതീക്ഷയും വിശ്വാസത്തോടെയും ഇറ്റ്സ് മീ കിച്ചു സൈനിങ് ഔട്ട് ടെക് ജൂനിയേഴ്സ്.